ഇത് മാങ്കൂട്ടത്തിലിന്റെ വിജയമാകുമ്പോൾ അവിടെ പരാജയപ്പെടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കാരണം ഈ നാടിന്റെ പോലീസ് പടയെ നയിക്കുന്നത് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രിയാണ്. ഇന്നലെ വൈകിട്ട് 4:45 തന്റെ പോളിംഗ് ബൂത്തിൽ MLA കാറിൽ നിറഞ്ഞ ചിരിയോടെ മാങ്കൂട്ടം എത്തിയത്. എന്നിട്ട് വോട്ടും ചെയ്ത് ചായയും കുടിച്ച് യാതൊരു കൂസലുമില്ലാതെ മാങ്കൂട്ടം പോയിട്ടുണ്ട് എങ്കിൽ അതിനുത്തരവാദി മുഖ്യമന്ത്രി മാത്രമാണ്. ആ മുഖ്യമന്ത്രിയാണ് പറയുന്നത് കോൺഗ്രസ് ഒരു സ്ത്രീലമ്പട പാർട്ടിയാണ് എന്ന്. സത്യത്തിൽ ഇന്നലെ കോൺഗ്രസിന്റെ പരമോന്നത വിജയമാണ് കാണാനായത്. കാരണം കോൺഗ്രസ് പാർട്ടി നിന്ന നിൽപ്പിൽ പുറത്താക്കിയ ഒരു നേതാവിനെ ഒന്നും ചെയ്യാനാകാതെ CPM നട്ടം തിരിയുന്ന കാഴ്ചയാണ് കാണാനായത്. സത്യത്തിൽ മാങ്കൂട്ടം വിഷയത്തിൽ കോൺഗ്രസിനെ തളച്ചിട്ടുകൊണ്ട് ശബരിമല വിഷയമടക്കം ചർച്ചയാവാതിരിക്കാൻ സകല പരിശ്രമങ്ങളും CPM നടത്തിയെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ഇത്തവണ ആകെ ഉയർത്തിക്കാട്ടിയ വിഷയങ്ങളിൽ ഒന്ന് ശബരിമലയാണ്. മറ്റൊന്ന് ഖജനാവ് കാലിയാക്കിയിട്ടും ഈ പറഞ്ഞ നാട്ടുകാർക്ക് ഒരു നല്ല റോഡ് പോലും നിർമ്മിച്ചു കൊടുക്കാനാവാത്ത ഭരണവിരുദ്ധ വികാരമാണ്. ഇവിടെ ഇന്നലെ നമ്മൾ പറഞ്ഞ അതേ കാര്യമാണ് മാങ്കൂട്ടം വന്നപ്പോൾ സംഭവിച്ചത്. MLA എന്ന നിലയിൽ മാങ്കൂട്ടത്തിന് സല്യൂട്ട് അടിക്കാനല്ലാതെ പ്രതി എന്ന നിലയിൽ പിടിച്ചുകെട്ടാൻ പോലീസിനായില്ല. ആ രംഗങ്ങളൊന്ന് കാണാം. നമ്മുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തരുത് പ്ലീസ്. ഇത് നമ്മുടെ ഏരിയയിലാണ്. അല്ല, പാലക്കാട് ഉണ്ടാവും, ഇവിടെ തന്നെ ഉണ്ടാവും. ഇപ്പോ ഈ കേസ് കോടതിയിലേക്ക് നിൽക്കുകയാണ്. മുൻകൂർ ജാമ്യം എനിക്ക് പറയാനുള്ള ആകെയുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകെയുണ്ട്. ഇനി കോടതി തീരുമാനിക്കട്ടെ. സത്യം ജയിക്കുമെന്നുള്ള ഉത്തമമായ ആത്മവിശ്വാസമുണ്ട്. ഇതിനപ്പുറം ഒരു വാക്ക് എനിക്കിപ്പോൾ പറയാനില്ല. ഈ രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് രാഹുലിന് ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സ്വാഭാവികമായിട്ട് അതിന്റെ ചോദ്യങ്ങൾ ഒഴിഞ്ഞു മാറുകയാണോ? പാർട്ടിയിൽ നിന്ന് നടപടി എങ്ങനെയാണ് അത് രാഹുൽ പ്രതീക്ഷിച്ചിരുന്നു? രാഹുൽ ആ നടപടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? ഈ പാർട്ടിയിൽ വലിയ വിശ്വാസമൊക്കെ അർപ്പിച്ചിരുന്നു. പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായിട്ട് സസ്പെൻഷൻ എന്നുള്ള രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അവസാന ഘട്ടത്തിൽ രംഗത്ത് വന്നത്. താങ്കൾക്ക് അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാനില്ലേ? അങ്ങനെ മുങ്ങി എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത്. തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ആയിട്ടാണ് കണ്ടത് എന്നും പറഞ്ഞു. രാവിലെ ഒളിവിലായിരുന്നു വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല, ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല പാലക്കാട് MLA. ഇനി മാധ്യമങ്ങളോട് പ്രതികരണം ഇല്ല എന്നുള്ളതാണ്. അതായത് കേസ് തീരുന്നവരെ പ്രതികരണം ഇല്ല എന്നാണ് ഈ വിഷയത്തിൽ. പാലക്കാട് തുടരോ? എന്താ നീക്കം? സാധാരണ ഏത് വോട്ടർമാർക്കിടയിൽ തന്നെ ഉണ്ടാവുമല്ലോ. MLA എന്ന നിലയ്ക്കുള്ള പ്രവർത്തനമായിട്ട് പാലക്കാട് തുടരും പൂർണ്ണമായിട്ടും. അങ്ങനെയാണോ?
സുരേഷ് വന്നില്ല. പാർട്ടി നടപടി പ്രതീക്ഷിച്ചിരുന്നോ? പാർട്ടി ഒപ്പം ഉണ്ടാകും ചെയ്ത് ഇപ്പോൾ വന്നോട്ടേ ഉള്ളൂ. കിട്ടുന്നു പറഞ്ഞു രാജേഷ് രാജേഷിന് കിട്ടും. നമ്മളുടെ അവിടെ മറ്റേ സ്ത്രീ കിട്ടുന്നു സുജാത ചേച്ചി. നോക്കാം നമുക്ക്. ഓൾ ദി ബെസ്റ്റ്. ഫോളോയിങ് യു. തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതീക്ഷ എങ്ങനെ? തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭ ഉൾപ്പെടെ പാലക്കാട് നഗരസഭയിൽ വലിയ പോരാട്ടം നടത്തുന്ന രാഹുൽ, ഈ പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുമോ? എവിടേക്കാ പോണത്? ഓഫീസിലേക്ക് പോകും. ഇനി ഇവിടെ ഉണ്ട്, പാലക്കാടുണ്ട്. രാഹുലേ, ഈ തെരഞ്ഞെടുപ്പിലെ യെസ്, ഓഫീസിലേക്കാണെന്നൊരു ചെറിയ സൂചന നൽകുന്നുണ്ട്. ഓഫീസിൽ ഉണ്ടാകുമോ, ഓഫീസിലേക്കാണോ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞ് തലയാട്ടുന്നതിൽ നിന്ന് ഓഫീസിലേക്കാണ് യാത്ര എന്ന് വേണം നമുക്ക് പ്രാഥമികം മനസ്സിലാക്കാൻ. പ്രതികരണം ഇത്രമാത്രമാണ്. അവിടെ നിന്ന് പോളിംഗ് ബൂത്തിൽ നിന്ന് ഇറങ്ങി മടങ്ങിയ ശേഷം പോകുന്ന വഴിക്ക് അവിടെ ഒരു ഹോട്ടലിൽ കയറി ചായ കുടിക്കുന്നു. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ തനിക്ക് പറയാനുള്ളതും തനിക്കെതിരെ പറയാനുള്ളതും കോടതിയിലുണ്ട്. നീതിന്യായ കോടതി തീരുമാനിക്കട്ടെ, ഇനിയെല്ലാം നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ട് എന്ന് പറയുന്നു. ഇതിനപ്പുറം ഒന്നും പറയില്ല എന്നുറപ്പിച്ച് പറയുന്നു. അദ്ദേഹം ഒന്നും പറയുകയും ചെയ്തില്ല. ചായ കുടിക്കട്ടെ എന്ന് പറയുന്നു. ചായ കുടിക്കുന്നു. ചായ കുടിച്ച ശേഷം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒട്ടേറെ ചോദ്യങ്ങൾ ചോദിച്ചു. 2 കേസുകൾ സംബന്ധിച്ച് ചോദിച്ചു. കോൺഗ്രസ് എടുത്ത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത പാർട്ടി നടപടിയെക്കുറിച്ച് ചോദിച്ചു. ഒന്നിനും മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. എവിടെ ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ വോട്ടർമാരുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള മറുപടി മാത്രമാണ് രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. തൊട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവരോട് വോട്ട് ചെയ്തോ എന്നടക്കം ചില കുശലാന്വേഷണവും നടത്തുന്നു. അതിനുശേഷം നേരെ കാറിലേക്ക് കയറുന്നു. എങ്ങോട്ടേക്കാണ് യാത്ര എന്നടക്കം ചോദിക്കുമ്പോൾ ഒപ്പം എന്താകും ഇതിൽ UDFിൻ്റെ പാലക്കാട്ടുള്ള